എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള റാഗി കൊണ്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഞാനത് പ്രസ് ചെയ്തപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ലോണം അങ്ങ് അമർന്ന് പോയിട്ടുണ്ട്. പിന്നെ കൈ നിവർത്തിയപ്പോൾ വീണ്ടും ആ ഇഡ്ഡലി പൂർവ്വസ്ഥിതിയിൽ തന്നെ ആയിട്ടുണ്ട്. മുറിച്ചപ്പോഴും അതിൻ്റെ ഉൾഭാഗം കണ്ടാൽ അറിയാം നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള ഇഡ്ഡലിയാണെന്നുള്ളത്. നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ എന്നും അരി കൊണ്ടുള്ള ഇഡ്ഡലി കഴിക്കുമ്പോൾ ഈ റാഗി വെച്ചുള്ള ഇഡ്ഡലി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. മാത്രമല്ല ഷുഗറുള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ്. അരി കഴിക്കുന്നതിൽ നല്ലതല്ലേ റാഗി വെച്ച് തയ്യാറാക്കി കഴിക്കുന്നത്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ചെറിയൊരു ഗ്ലാസ് ഉഴുന്ന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഈ വെള്ളം ക്ലിയർ ആകുന്നവരെ ഈ ഉഴുന്നൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. ഈ വെള്ളം തന്നെ ഉപയോഗിച്ചാണ് നമ്മൾ അരച്ചെടുക്കുക. അതുകൊണ്ട് നല്ല വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊരു 4-5 മണിക്കൂർ ഇത് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ഉഴുന്നൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു കരണ്ടി ചോറ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ചേർത്ത് കൊടുത്തത് ഐസ് ക്യൂബാണ്. അത് 4-5 കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഉഴുന്ന് അരയ്ക്കുമ്പോൾ അത് ചൂടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാനിവിടെ ഉഴുന്നൊക്കെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പൊടി ചേർത്തല്ലേ മാവ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് വെള്ളം അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പൊടി ചേർക്കുമ്പോൾ അത് പാകമായി കിട്ടിക്കോളും. ഇനി ഞാനിതിലേക്ക് 1.5 കപ്പ് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് കൈ വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കുഴച്ചെടുക്കണം. കട്ടയൊന്നും ഒട്ടും പിടിക്കാതെ 2-3 മിനിറ്റ് നേരം നമുക്ക് കൈ വെച്ച് തന്നെ ഇങ്ങനെ കുഴച്ചെടുത്താൽ കട്ട കിട്ടാതെ തന്നെ നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. അതിൽ നല്ലത് നമ്മൾ കൈ വെച്ച് തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കുന്നതാണ്. അങ്ങനെയാകുമ്പോൾ ഈ മാവ് നല്ലോണം പതഞ്ഞ് പൊങ്ങി നല്ല സെറ്റായി കിട്ടും. ഞാനൊരു ചെറിയ പാത്രത്തിൽ വെച്ചായിരുന്നു ഈ മാവ് തയ്യാറാക്കിയത്. അപ്പോൾ പതഞ്ഞ് പുറത്തേക്ക് തൂയി പോകണ്ടെന്ന് വിചാരിച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 5-8 മണിക്കൂർ നേരം അത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം 8 മണിക്കൂർ കഴിഞ്ഞ് കണ്ടില്ലേ, നമ്മുടെ മാവൊക്കെ നല്ലോണം പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്നുകൂടി ഇളക്കി ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പ് ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഈ സമയം ഞാൻ നമ്മുടെ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് ഇഡ്ഡലി തട്ട് എടുക്കുക. അതിലേക്ക് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുക്കാം. ഞാനിവിടെ ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഇഡ്ഡലി തട്ട് ചൂടാവാനായിട്ടൊന്ന് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് നേരം വെച്ച് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി തട്ടൊക്കെ നല്ലോണം ചൂടായി കിട്ടും. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഇഡ്ഡലി വേഗം തോണ്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇഡ്ഡലി അടിയിൽ പിടിച്ച് പറ്റിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ഞാനിവിടെ ഇഡ്ഡലി തട്ടൊക്കെ ചൂടാക്കിയിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ഇഡ്ഡലി മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ 2 തട്ടിലേക്കും ഇഡ്ഡലി മാവ് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് നേരം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾ റാഗിപ്പൊടി വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വളരെ ഹെൽത്തിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. എപ്പോഴും അരി കൊണ്ട് ഉണ്ടാക്കുന്നതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് നമ്മൾ റാഗി വെച്ച് തയ്യാറാക്കിയാൽ. അതുപോലെ ഷുഗറിനും പ്രഷറിനൊക്കെ വളരെ നല്ലതല്ലേ റാഗി വെച്ച് തയ്യാറാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഏതാണ്ട് 10 മിനിറ്റായി. കണ്ടില്ല, നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ലോണം പൊങ്ങി വന്നത് കണ്ടില്ലേ. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് അല്പം ആറിയ ശേഷം മാത്രം ഇതിൽ നിന്ന് മാറ്റിയാൽ മതി കേട്ടോ. ചൂടോടെ തന്നെ മാറ്റുമ്പോൾ നമുക്ക് ഇഡ്ഡലി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ചൂടാറിയ ശേഷം ഇഡ്ഡലി തട്ടുന്ന ഇഡ്ഡലി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള ഇഡ്ഡലി മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എന്നേക്ക് എനിക്ക് ഒരു തട്ട് കൂടി മാവ് മതി. ബാക്കിയുള്ളത് ഞാൻ അതേപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. നാളെ നമുക്ക് ഇഡ്ഡലിയോ ദോശയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം.
എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ പഞ്ഞിക്കെട്ട് പോലുള്ള ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, പെട്ടെന്ന് നമുക്ക് ഇഡ്ഡലി തട്ടുന്ന ഈ ഇഡ്ഡലി ഇളക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോലെ. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.